ഹലോ ഗേസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആമസോണിൻ്റെ ഫയർ സ്റ്റിക്ക് ലൈറ്റിൻ്റെ ഒരു വീഡിയോ ആണ്. ഞാൻ മേടിച്ചത് റീഫർബിഷ്ഡാണ്. റീഫർബിഷ്ഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ആണ്. അത് നമുക്ക് ആമസോണിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പം നമുക്ക് അതിൻ്റെ റിവ്യൂ നോക്കാം. നമുക്ക് ആമസോണിൻ്റെ ഒരു പെട്ടിയിലാണ് അത് വരുന്നത്. അപ്പോൾ ഇതാണ് പെട്ടി. അതിൻ്റെ മുകളിൽ ഒരു അടപ്പുണ്ടായിരുന്നു, അത് മിക്സായിപ്പോയി. ഇപ്പോൾ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നല്ല പാക്കിങ്ങിലായിരുന്നു വരണ്ടാവുക. നമ്മുടെ നമ്മളിപ്പോൾ മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 2 മാസമായി. ഇപ്പോൾ നമ്മൾ 2 മാസം യൂസ് ചെയ്ത റിവ്യൂ ആണ് പറയാൻ പോണത്. അപ്പം നമുക്കിത് ഇതിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് റീഫർബിഷ്ഡ് സാധനമാണല്ലോ ഇത്. ഓൾറെഡി സെക്കൻഡ് ഹാൻഡ് സാധനമാണ്. അപ്പോൾ അവരുടെ ആമസോണിൻ്റെ സാധനമാണ്, റീഫർബിഷ്ഡ് സാധനമാണ്. അപ്പം അങ്ങനെ റീഫർബിഷ്ഡ് സാധനങ്ങളുടെ വീഡിയോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊഡ്യൂള് വരുന്നത്. ഇത് നമ്മുടെ ടി വിയുടെ ബാക്കിൽ HDMI കൊടുക്കണം. HDMIയുടെ പോർട്ടുണ്ട്. ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ നോർമൽ TV സ്മാർട്ടാക്കി തരും. അപ്പോൾ ഇതിലെന്തൊക്കെ വരുന്നതെന്ന് വെച്ചാൽ, ഇതിലൊരു പവർ അഡാപ്റ്റർ വരുന്നുണ്ട്, പിന്നെ HDMI മാത്രം തന്നെ. പിന്നെ അതിൻ്റെ കൂടെ ഒരു HDMIയുടെ എക്സ്റ്റൻഡർ കിട്ടുന്നുണ്ട്. ഇതാണ് ആ ഒരു ഇത്. പിന്നെ ഇതിൻ്റെ കൂടെ അത്യാവശ്യം നല്ലൊരു റിമോട്ടും കിട്ടുന്നുണ്ട്. റിമോട്ടിൽ അവർ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ആമസോൺ ബേസിക്സിൻ്റെ ലിഥിയം AAA ബാറ്ററി വരുന്നുണ്ട്. ലിഥിയം ബാറ്ററി ലിഥിയം ബാറ്ററി അല്ല, ആൽക്കലൈൻ ബാറ്ററിയാണ്. നമുക്ക് ആമസോൺ ബേസിക്സിൻ്റെ അവരുടെ തന്നെ ബാറ്ററി അവർ കൂടെ തരുന്നതാണ്. പിന്നെ ഇതിൽ റിമോട്ടിൽ എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടെന്ന് വെച്ചാൽ, റിമോട്ടിൽ മൈക്കിൻ്റെ വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു മൈക്ക് വരുന്നുണ്ട്. പിന്നെ ബാക്ക്, ഹോം, പിന്നെ മെനു, പിന്നെ ഫോർവേഡ്, ബാക്ക്വേഡ്, പോസ്, പിന്നെ കാസ്റ്റ് ചെയ്യാനുള്ളതാണത്. ഇതാണ് എൻ്റെ റിമോട്ട് വരുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം ടി വിയിൽ കണക്ട് ചെയ്തിട്ട്. അപ്പോൾ ഗൈസ്, അപ്പം നമ്മുടെ TV ഓൺ ആയിട്ടുണ്ട്. ഇനി ടി വിയിൽ തന്നെ കണക്ട് ചെയ്യണമെങ്കിൽ നോക്കാം. നമ്മുടെ TV വരുന്നത് വിയുവിൻ്റെയാണ്, 32 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ ചെയ്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ റിമോട്ട്. നമുക്ക് റിമോട്ട് ഇവിടെ തൽക്കാലത്തേക്ക് വയ്ക്കാം. ഇതാണ് എക്സ്റ്റൻഡർ വരുന്നത് അതിൻ്റെ. പിന്നെ കുറച്ച് ലെങ്ത്ത് കൂടിയ കേബിളാണ് അതിൻ്റെ കൂടെ കിട്ടുന്നതുകൊണ്ട് ലെങ്ത്ത് കുറഞ്ഞ കേബിളുണ്ട്. പവർ ബാങ്കിൻ്റെ ഒക്കെ കൂടെ കിട്ടുന്ന ടൈപ്പ് കേബിളുണ്ട്. ആ കേബിൾ യൂസ് ചെയ്തേക്കണേ. നമുക്കപ്പോൾ ഇതിൻ്റെ എക്സ്റ്റൻഡർ ഒന്ന് കണക്ട് ചെയ്തേക്കാം. അത് കണക്ട് ചെയ്തിട്ട് കാണാം നമുക്ക്. എക്സ്റ്റൻഡ് കണക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഇരിക്കും. ഇവിടെയും HDMI തന്നെ വരണേ. എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ മാത്രം അത് കുത്തിയാൽ മതി. അപ്പോൾ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ TVയുടെ പോർട്ടുകൾ വരുന്നത്. സാധാരണ പവർ അഡാപ്റ്റർ കുത്തേണ്ടത് അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ചാർജറിലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, HDMIയുടെ പോർട്ടിൽ ഇങ്ങോട്ട് കൊടുത്തിട്ട് നേരെ ഈ പവർ അഡാപ്റ്റർ ഉണ്ടല്ലോ, നമ്മുടെ പെൻ ഡ്രൈവ് TVയിൽ കുത്തുന്ന ഒരു പോർട്ടുണ്ട്, USB. അതിലാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോഴേ നമുക്കിവിടെ സിഗ്നൽ വരും. ഫയർ TVനെ എഴുതി കാട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പം നമുക്ക് ഈ സാധനം ഇതിപ്പോൾ ഇങ്ങനെ ലോഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വൈഫൈ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഗൈസ്, നമ്മുടെ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മുടെ വൈഫൈ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ബാക്ക് അടിക്കാം. ഇനി എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. ഹോം സ്ക്രീൻ ഇല്ലയെന്നാണ് പറയണത്. നമുക്കൊന്നും കൂടി ഹോം ബട്ടൺ ഞെക്കി കൊടുത്ത് നോക്കാം. നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ ഇത് വന്നിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഓരോ സിനിമകൾ, പ്രൈം വീഡിയോൻ്റെ സിനിമകളാണ് അടിയിൽ സജഷൻ തന്നെ. മാസ്റ്റർ പാരഡൈസ് സിനിമകൾ. ഇപ്പോൾ ഇങ്ങനെ ഓരോ പരസ്യങ്ങൾ ഇതിൻ്റെ മുകളിൽ വരും. ഇതിൽ വരുന്നത് ആപ്പിൾ TV ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൽ നമുക്ക് നെറ്റ്ഫ്ലിക്സ് ഉണ്ട്. നമുക്ക് പ്രൈം എടുത്ത് നോക്കാം. പ്രൈമിൻ്റെ ഒരു സിനിമ ഇട്ട് നോക്കാം.
പ്രൈം അതിൻ്റെ കൂടെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ വരുന്നില്ല, നമ്മൾ ഓൾറെഡി സബ്സ്ക്രിപ്ഷൻ വേറെ എടുക്കണം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സിനിമ മാസ്റ്റർ എന്നുള്ള സിനിമയുണ്ട്, അത് നമുക്കൊന്ന് വെച്ച് നോക്കാം. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് ഇത്. പക്ഷെ നല്ല സ്പീഡാണ്. ക്ലാരിറ്റി ഒക്കെ തന്നെ അഡ്ജസ്റ്റ് ആവും. ഇപ്പൊ ക്ലാരിറ്റി കുറവാണ്, നെറ്റ്വർക്കിനനുസരിച്ചാണ് ഓട്ടോ അഡ്ജസ്റ്റ് ആണ് നെറ്റ്വർക്കിനനുസരിച്ച്. പിന്നെ നമ്മുടെ റിമോട്ടിൽ ഇപ്പോൾ റിമോട്ടിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ കാട്ടിയിട്ട് നമുക്ക് അത് ഹോം അടിക്കാം. ഇപ്പോൾ ഈ റിമോട്ടിൽ ഞെക്കിയിട്ട് മൈക്കിൽ ഞെക്കി പിടിച്ചിട്ട് ഓപ്പൺ യൂട്യൂബ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓപ്പൺ ആയി വരും. ഇങ്ങനെയാണ് നമ്മുടെ യൂട്യൂബൊക്കെ ഓപ്പൺ ആയി വരുന്നത്. പിന്നെ നമുക്ക് ഇത്ര ഫീച്ചേഴ്സ് ഉള്ളൂ. പിന്നെ കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ സെറ്റിങ്സിലാണ് വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാം. റീഫർബിഷ്ഡ് സാധനമാണ്, പക്ഷേ നമുക്ക് പുതിയ പോലെ കിട്ടിയേ. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ പ്രൊഫൈൽസ് വരുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, പിന്നെ അക്കൗണ്ട് ആൻഡ് പ്രൊഫൈൽ നോട്ടിഫിക്കേഷൻ, നെറ്റ്വർക്ക്, ഡിസ്പ്ലേ, ഓഡിയോ, ആപ്ലിക്കേഷൻ, എക്യുപ്മെൻറ്റ്, കൺട്രോൾ, അങ്ങനെ കുറേ ഉണ്ട്. നമുക്ക് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് നമ്മുടെ ആമസോൺ ഫയർ സ്റ്റിക്കിൻ്റെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.